അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ ഒരു പ്രക്രിയ ഈ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ നിങ്ങളുടെ ഭരണകാലം കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്ക് ഇതിനകത്തു നിന്ന് ഏതെങ്കിലുമൊക്കെ ആളുകൾ നിങ്ങളുടെ കൂടെ ചേർന്നിരുന്നവർ, ഒരുമിച്ച് തീരുമാനമെടുത്തവർ, അവർ പിന്മാറിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പണ്ട് കാലം മുതലേ കണ്ടുവരുന്നതാണ്. അതെന്താണ് അതങ്ങനെ സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നതിന് ഇപ്പോൾ സംഭവിച്ചപ്പോൾ മുമ്പ് സംഭവിച്ചത് പലപ്പോഴും ഇതുപോലുള്ള അവസരങ്ങൾ ഒക്കെ നോക്കി മാറി മാറി പോകുന്ന ഒരു ചരിത്രം മുമ്പുണ്ടായിട്ടുണ്ടാവാം. ഇപ്പോഴെനിക്ക് തോന്നുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലത്തുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ചേഞ്ച് മാനേജ്മെൻറ്റിൽ പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ പേഴ്സൺ സെൻട്രിക് ആയിട്ടുള്ള സിസ്റ്റത്തെ മാറ്റിയിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്ന് പറയുന്ന 3 വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ അടിച്ചു പൊളിച്ചത്. പി എസ് ടിക്ക് വകുപ്പില്ല. ജനാധിപത്യ സംവിധാനത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കമ്മിറ്റിക്കാണ്. അപ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്ന് പറയുന്ന 3 വ്യക്തികൾ തീരുമാനിക്കുന്ന ഒരു കാലത്ത് നിന്ന് എല്ലാ കാര്യവും മാനേജിംഗ് കമ്മിറ്റിയുടെ ഡെമോക്രസിയിലേക്ക് പോകുമ്പോൾ ആ സിസ്റ്റത്തെ പലർക്കും ഒരു പക്ഷേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, നമുക്ക് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതാണ് പറയുന്നത്. വീണ്ടും ക്ലാരിറ്റി പറയാം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്തൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് 3 പേർ മാത്രം ഇരുന്ന് തീരുമാനിച്ചാൽ മതി എന്നതിനപ്പുറത്ത് ഒരു കമ്മിറ്റിയുടെ ജനാധിപത്യ അഭിപ്രായങ്ങളെ നമ്മൾ അംഗീകരിക്കേണ്ടി വരുമ്പോൾ സിസ്റ്റം ഡ്രിവൺ ആവാൻ സമ്മതിക്കാതെ പേഴ്സൺ ഡ്രിവൺ ആവണമെന്ന് പറയുന്ന ആളുകൾക്ക് പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയാണ് ചെയ്യുക. കാരണം ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ 16 പേർ ചേർന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഒരാൾക്ക് എനിക്കൊരു എതിരഭിപ്രായം ഉണ്ടാവാം. ഈ എതിരഭിപ്രായം പക്ഷേ 15 പേരുടെ അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നതായിരിക്കണം. അതൊരു സാധാരണ തത്വമാണ്. നമ്മളിപ്പോൾ അസോസിയേഷൻ ആണെങ്കിൽ തന്നെ നമ്മളൊരു മെജോറിറ്റി വിൻസ് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ അഭിപ്രായം എതിരഭിപ്രായം ആണെങ്കിൽ മെജോറിറ്റി അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ 4 ചുവരുകൾക്കുള്ളിലെ ആർഗ്യുമെന്റ് നിൽക്കാവൂ. പുറത്തു പോകുമ്പോൾ നമ്മൾ ഒന്നാണ്. അതെ. മാത്രമല്ല അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കര എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക. നയപരമായ പ്രശ്നങ്ങൾ എനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ മൊമെൻറ്റിൽ നമുക്കെടുത്ത് പുറത്തു പോകാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എങ്ങനെ തോന്നിയിട്ടുണ്ട്? ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം വളരെ ശക്തമായിട്ട് നമ്മൾ പറയും, ഇത് നമ്മുടെ നയങ്ങൾക്കെതിരാണ്, ഈ നയങ്ങൾക്ക് എതിരായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. എനിക്ക് 2 കാര്യങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താണെന്നറിയോ, നമുക്കറിയാം നമ്മുടെ സഹോദരിമാർ അടുത്തിടെ ഒരു പെൺകുട്ടി, ഒന്നല്ല കുറേ പെൺകുട്ടികളുടെ ആത്മഹത്യയും ഭർത്തൃപീഡനവും അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ നിങ്ങളുടെ നിസാർ തളങ്കരയുടെയും ശ്രീപ്രകാശിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അന്നെടുത്ത ഒരു റൈസ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഫലം കണ്ട ഒരു അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അതൊക്കെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ജനങ്ങളിലേക്ക് എത്തണം. ഏതെങ്കിലും തരത്തിലുള്ള ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ പോസ്റ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേദിയിലോ പറയുന്നുണ്ട്, ജനങ്ങൾ അറിയുന്നില്ല. ഇപ്പോൾ ഇത് നമ്മൾ ധാരാളം ആളുകൾ ഇതൊന്നും കാണാത്തവരുണ്ട്. ഒരുപക്ഷെ എനിക്ക് അതൊരു ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയിലൂടെ അത്തരത്തിൽ സഹായമാവുമെന്ന് എനിക്കുറപ്പുണ്ട്. റൈസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുണ്ടായ ഒരു ആലോചന എന്ന് വന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 2 ആത്മഹത്യകളിൽ നിന്നാണ് അതിൻ്റെ തുടക്കമുണ്ടായത്. പോലീസ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിറ്റി പോലീസ് ഇടപെടുന്നു. ഇന്ത്യൻ അസോസിയേഷൻ ഏതൊക്കെ തരത്തിൽ അതിനകത്ത് ഇടപെടാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. കോൺസുലേറ്റിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാവുന്നു. 24 hours ആർക്കും വിളിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ നമ്മൾ നൽകുന്നു. കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി പാതിരാത്രി 12 മണിക്ക് വിളിക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞൊരു സഹോദരി വിളിക്കുമ്പോൾ 12:30 മണിക്കും 12:45 രാത്രി 12:30 മണിക്ക് അവരുടെ വീട്ടിൽ എത്തിച്ചേർന്ന് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മോമെൻറ്റിനെ കുറിച്ച് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ദുരഭിമാനമാണല്ലോ മനുഷ്യന് കഴിയുന്നത്, ആരോടും പറയാതിരിക്കുക. അതുമാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന തോന്നലാണ്. ചേർത്ത് പിടിക്കാൻ മനുഷ്യരില്ല, സ്നേഹം ഒട്ടും കിട്ടുന്നില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. എൻ്റെ ക്യാമ്പയിൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണ്? അതൊരു റൈസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങി, അതിനിപ്പോൾ നിങ്ങൾ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് ആരെങ്കിലും ചുമതലപ്പെട്ടവരുണ്ടോ? ഉണ്ട്. ഞങ്ങൾ അതിനൊരു കമ്മിറ്റി, ജോയിൻറ്റ് സെക്രട്ടറി ജിബി ബേബിയുടെയും യൂസഫ് സഗീർ, മുരളി തുടങ്ങി ഒരു 3-4 ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കൗൺസിലേഴ്സ് ഉണ്ട്. സ്റ്റുഡൻറ്റ് കൗൺസിലേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് കൗൺസിലേഴ്സ് പുറത്തുനിന്നുള്ളവരുണ്ട്. ഫോളോ അപ്പ് എങ്ങനെ? ഇതെങ്ങനെ ജനങ്ങളിലേക്ക് ഒരാൾക്ക് കോൺടാക്ട് ചെയ്യാം? വളരെ കോൺഫിഡൻഷ്യലായിരിക്കും. അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നമ്പറിൽ നമ്മളവരെ തിരിച്ചു വിളിക്കുകയും അവരെ വളരെ രഹസ്യമായിട്ട് അവരെ കാണുകയും ചെയ്യും.
ആദ്യത്തെ സ്റ്റെപ്പിൽ അവരുടെ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയും. അത് സാമ്പത്തിക പ്രശ്നമാണോ, കുടുംബ പ്രശ്നമാണോ, കൗൺസിലിംഗ് ആണോ വേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള 3-4 മാറ്റങ്ങൾ മാറ്റി തീർക്കും. പിന്നെ വേറെ കമ്മ്യൂണിറ്റി അസോസിയേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റേ പാസ്പോർട്ട് സേവനങ്ങളൊക്കെ തേർഡ് പാർട്ടി വഴി അതിനുള്ള സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അത് കൂടാതെ ഞാൻ ചെന്ന് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്, നമ്മൾ പേഴ്സണലി ഇടപെടുന്ന ഒരു കേസാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണാനന്തര പ്രക്രിയകൾ നടത്തി നാട്ടിലേക്ക് അയക്കും. അസോസിയേഷന് അങ്ങനെ ഒരു വിങ് ഉണ്ടോ? അസോസിയേഷൻ വിങ് ഉണ്ട്. ഒരു സാധാരണ മനുഷ്യൻ അസോസിയേഷന് ശ്രീപ്രകാശിനെയോ അല്ലെങ്കിൽ നിസാർ തലങ്കരയോ വിളിച്ച് പറയുകയാണ് എൻ്റെ ഫ്രണ്ട് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരു റെഡിയായിട്ട് ആളുണ്ടോ? മോർട്ടൽ റിമൈൻസിനെ നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടി എംപാനൽ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഓർഗനൈസേഷൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷനാണ്. കോൺസുലേറ്റ്, ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുന്നു. നമ്മുടെ ഫുൾ ടീം അതിനകത്തുണ്ട്. നമ്മുടെ അസോസിയേഷൻ്റെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻഫർമേഷൻ. ഇത് പലർക്കും അറിയില്ല. കാരണം ഞാൻ പറയും, ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ ഉണ്ട്. അവർ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. ഞാൻ ഒക്കെ എൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ അവരുടെയൊക്കെ സഹായം തേടിയാണ് ഇത് വിടുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ യൂസ് ചെയ്യണം. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ PRO ഉണ്ട്. അതിൻ്റെ പുറമെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ അതിൻ്റെ കൂടെയുണ്ട്. കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഡിസ്ട്രസ് കമ്മിറ്റി എന്ന രൂപത്തിൽ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊന്നും ഒരു അഡ്രസ്സും ഇല്ലാത്തവരാണ്. അവരെല്ലാം ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സദാസമയവും അസോസിയേഷൻ്റെ കൂടെ പൊതുപ്രവർത്തകരോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. ഇനി നമ്മൾ സ്കൂളിലേക്ക് വന്നാൽ, സ്കൂള് പണ്ട് ഞങ്ങളൊക്കെ, എൻ്റെ മക്കളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്, എൻ്റെ മോനും ഒക്കെ പഠിച്ച സമയമുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അന്നത്തെ ഒരു ഫീലിംഗ് എന്തായിരുന്നു അറിയോ? ഒരു സർക്കാർ സ്കൂൾ, കാരണം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ അച്ഛനൊരു സർക്കാർ സ്കൂളിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ സർക്കാർ സ്കൂളിൽ നിന്ന് ഇപ്പം നമ്മൾ തമാശ പറയുന്നെങ്കിലും അത് കുറേ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിക്കുന്നതുകൊണ്ടാണ് ഈ സർക്കാർ സ്കൂളുകളെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഒരു സർക്കാർ സ്കൂളിൻ്റെ സെറ്റപ്പാണ് ഷാർജ ഇന്ത്യൻ ഹൈസ്കൂൾ എന്ന് പറയുന്ന ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പേരുദോഷം ഈയിടെയായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. വലിയ കെട്ടിടം, ബസ്സിന് എനിക്കൊരു ഷിഫ്റ്റ് മാറിയിട്ടുണ്ടെന്ന് തോന്നല്ലേ? ഷിഫ്റ്റ് മാറ്റിയിട്ട് അത് സാധാരണ സ്കൂളുകളെ പോലെ, അതായത് സിബ്ലിങ്സ് പിന്നെ ആദ്യം പിന്നെ ചേട്ടൻ പോകും, പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും കൊച്ചിനെ കൊണ്ടുവിടാൻ നിൽക്കണം, വിളിച്ചോണ്ട് വരും. ആ ഒരു പരിപാടി മാറ്റിയെന്ന് തോന്നുന്നു. അതിനപ്പുറത്ത് അതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സർക്കാർ സ്കൂളുകളെ പോലെ എന്തും എങ്ങനെയും നടക്കുന്നൊരു സ്കൂൾ എന്നതിനപ്പുറത്തേക്ക് നമ്മളത് മാറ്റാൻ ശ്രമിച്ചു. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ നടത്തിയത് അതിനകത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ ആദ്യം പറഞ്ഞു ഈ സ്കൂൾ എന്ന് പറയുന്നതിൽ നിന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ തുടക്കം എന്നുള്ളത്, റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. അതിനകത്തേക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ കാലത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് കുട്ടികളെ പുതിയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരിക എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ പഠനം നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ നടപ്പിലാക്കിയത്. അന്വേഷണാത്മകവും സർഗാത്മകവുമായ വിദ്യാഭ്യാസം എങ്ങനെ കുട്ടികൾക്ക് നൽകാം. നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ, സമഗ്രമായ ഒരു അഡ്വാൻസ് ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷൻ സ്കൂളിലേക്ക് വന്നു. കാലത്തിനനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു. എജുബ്രിസ്ക് ഒന്ന്, പുതിയ സ്റ്റെം ലാബ്, IT ലാബുകൾ, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മോഡേണൈസേഷൻ, RFID, പുതിയ ബിൽഡിങ്ങിനുള്ള പെർമിഷൻ. ഒരു കാര്യം കൂടെ പറയാം, ആ സ്കൂളിനകത്ത് കഴിഞ്ഞ 40-45 വർഷമായിട്ട് കിട്ടാതിരുന്ന നമ്മുടെ ഒരു പോളിസിയെക്കുറിച്ച് എനിക്ക് അതിന് മുമ്പ് ആദ്യം ഒന്ന് പറയേണ്ടതുണ്ട്. ഡേർട്ട് അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ 2 വർഷക്കാലം കൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതും ചെയ്തതും അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്കൂളിൽ പെർമിഷൻ കിട്ടാതിരുന്ന, ബിൽഡിംഗ് പെർമിഷൻ കിട്ടാതിരുന്ന സ്കൂളുകൾ, മുനിസിപ്പാലിറ്റിയുടെയും ടൗൺ പ്ലാനിങ്ങിൻ്റെയും പെർമിഷൻ കിട്ടാതിരുന്ന സ്കൂളുകൾ, എല്ലാ തരത്തിലുള്ള നിയമപ്രശ്നങ്ങളെയും ലീഗലൈസ് ചെയ്ത് അതിൻ്റെ പെർമിഷൻ വാങ്ങിയ കാലമാണ് ഈ 2 വർഷം കൊണ്ട് നടന്നത്. ഞങ്ങൾ കയറി വരുന്ന സമയത്ത് ഏകദേശം 480ഓളം ആളുകൾക്ക് വിസയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ രാജേട്ടൻ വിശ്വസിക്കുമോ? പക്ഷേ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്, പിഴ അടച്ചിട്ട് അവസാനിപ്പിക്കാനല്ല. എന്തോ ഒരു ന്യൂസ് കണ്ടല്ലോ, അതിൻ്റെ ആ പുതിയ ബിൽഡിങ്ങിന് ഒരു പേര്, നമ്മുടെ ഭരണാധികാരിയുടെ മകൻ്റെ പേരിലേക്കുള്ള പുതിയ ബിൽഡിങ്ങിലുള്ള പെർമിഷൻ കിട്ടിയത് ഇന്നലെയാണ്. അദ്ദേഹം അതിനകത്താണ് സൈൻ ചെയ്തത്. ഇത്രയും കാലമായിട്ട് അതെ, ഇത്രയും കാലമായിട്ട് ആ സ്കൂളിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സ്കൂളിനകത്ത് പുതിയ ബിൽഡിംഗ് കെട്ടാൻ പെർമിഷൻ തരില്ല. പെർമിഷൻ കിട്ടാത്തതിന് കാരണം 28 തവണയാണ് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയിൽ കഴിഞ്ഞ 14 മാസക്കാലം കൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്തത്. എന്തിന്? ആ ബിൽഡിങ്ങിൻ്റെ കറക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. പഴയ ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ വാങ്ങണം, പുതിയ ബിൽഡിങ്ങിന് അപ്രൂവൽ വേണം. അവിടെ ഏകദേശം 8,000 മുതൽ 9,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ 8,000 കുട്ടികളെ 3,000 കുട്ടികളാക്കിയിട്ട് കുറയ്ക്കണമെന്നാണ് നിയമപ്രകാരമുള്ളത്. നമുക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാം. എന്ത് വേണം? പുതിയ ബിൽഡിംഗ് കെട്ടണം.
പുതിയ ബിൽഡിംഗ് കെട്ടണമെങ്കിലോ പഴയ ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ വേണം. പഴയ ബിൽഡിങ്ങിന് പെർമിഷൻ ഇല്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിലോ അത്തരത്തിലൊരു പേപ്പറേ അവിടെ ഇല്ല. ഇതാണ് ഞങ്ങൾ ഈ 2 വർഷം 14 മാസം കൊണ്ട് തീർത്തത്. പ്രാവശ്യം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് പറഞ്ഞാത്തിരുന്ന ഒരു സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം മൈക്ക് വെച്ച് സംസാരിക്കുന്നെങ്കിലും നമുക്ക് വീട്ടിൽ പോകണം. അതെ കറക്റ്റ്. അപ്പം ഇതിനപ്പുറത്ത് ഞാൻ കാണുന്ന ഇത്തിസാമ എന്നല്ലേ, അതിനെക്കുറിച്ചൊന്ന് അതും കൂടി ഒന്ന് പറയണം. എത്ര കുട്ടികളാണ്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് നമ്മൾ കയറി വന്നപ്പോൾ ആദ്യത്തെ പരിപാടി നമ്മൾ അറ്റൻഡ് ചെയ്തത് അലിത്തിസാമയിലാണ്. ആ കുട്ടികളുടെ ഒരു ക്രിസ്മസ് ആഘോഷത്തിലാണ് ആദ്യമായി പങ്കെടുത്തത്. അതൊരു നിയോഗമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസക്കാലത്തോളമായിട്ട് ആ സ്കൂളിന് ഒരു തരത്തിലുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പ്രിൻസിപ്പാൾ ഇല്ലായിരുന്നു. നിയമപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ നടന്നിട്ടില്ലായിരുന്നു. ഒന്നും നടക്കാത്തൊരു സ്ഥാപനത്തിൽ പൂട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയത്. ഒരു 8 മാസക്കാലത്തെ വളരെ പ്ലാൻഡായിട്ടുള്ള വർക്ക് കൊണ്ട് SSSD എന്ന് പറയുന്ന ഗവൺമെൻറ് അതോറിറ്റിയും ഏതൊക്കെ തരത്തിലുള്ള അപ്പോയിൻമെൻറ്റുകൾ നടത്തണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നടത്തണം എന്നുള്ള രൂപത്തിലുള്ള മുഴുവൻ അപ്പോയിൻമെൻറ്റുകൾ 82 കുട്ടികൾക്ക് 42 സ്റ്റാഫാണ്. പുതിയ തരത്തിലുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസിന് പറ്റിയ സാധ്യതകൾ അതിനകത്തുള്ള ഫ്രീ ആണോ അവരുടെ? അല്ല, സാധാരണ സ്കൂളുകളിലൊക്കെ ഒരു 5,000-8,000 ദിറംസൊക്കെ ചാർജ് ചെയ്യുമ്പോൾ നമ്മളാകെ 2,000 ദിറംസാണ് അതിനകത്ത് ചാർജ് ചെയ്യുന്നത്. അല്ലാതെ കഴിയില്ല. പക്ഷേ പറയുന്നുണ്ട് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പലപ്പോഴും മുന്നോട്ട് വരും, പല കുട്ടികളെയും സ്പോൺസർ ചെയ്യും. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമല്ലോ. നമ്മളും പാവപ്പെട്ട കുട്ടികളുടെ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് കോർപ്പറേറ്റ് കമ്പനികളെ പോലെ ഒരു തരത്തിലുള്ള വേറൊരു വരുമാനവും ഇല്ല. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മനസ്സുണ്ടായാൽ നിങ്ങൾ എന്താണ് നന്നായി ആലോചിക്കൂ, ആഗ്രഹിക്കൂ. പ്രപഞ്ചം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും എന്നൊരു ചൊല്ലുണ്ട്. അത് സത്യമാണ്. നമുക്ക് ആ സ്കൂൾ നടത്തണമെന്ന് ആഗ്രഹിച്ചു, ആളുകൾ നമ്മളെ സഹായിക്കുന്നു, നമ്മൾ ആ സ്കൂൾ നടത്തുന്നു. ഇതെല്ലാം ഞാൻ അവിടെ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് പറയും. അത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കാരണം പാർക്കിംഗ് അവിടെ എത്തിച്ചേരുകയും അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് അസോസിയേഷൻ്റെ കാര്യം. ആ കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ആ കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ നമ്മൾ കുറേ പരിപാടികൾ ചെയ്തിട്ടുള്ളതാണ്. വളരെ മനോഹരമായ ഒരു ഹാളാണ്. 1,200 പേരെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ നല്ലൊരു ഒരു കലാവിരുന്ന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു ഹാള്. അത് അറിയാമല്ലോ, അവിടുത്തെ അഫിലിയേറ്റ് ചെയ്ത സംഘടനകൾക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് കിട്ടുന്നു. അപ്പം പ്രവാസികളെ സംബന്ധിച്ചുള്ള വലിയ അനുഗ്രഹമാണ്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അതിന് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? പാർക്കിങ്ങിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നല്ല, നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിനുമപ്പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അസോസിയേഷനും കമ്മ്യൂണിറ്റി ഹാളൊക്കെ മാറുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുമുണ്ട്. വളരെ ഉദാര മനസ്കനാണ് നമ്മുടെ ഭരണാധികാരി. അത് അന്ന് ഇവിടെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ പ്രദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പോൾ പുതിയ മേഖലകളിലേക്ക് നമ്മൾ മാറിപ്പോകേണ്ടത്. സ്കൂൾ വന്നത് 40 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ പുതിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതിനപ്പുറത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രദേശം ഇതിനു വേണ്ടി പാർക്കിംഗ് ആക്കാം. അതിനുമപ്പുറത്ത് ആ ബിൽഡിങ്ങിൽ മൊത്തത്തിൽ അടിയിലും മുകളിലുമൊക്കെ ആയിട്ട് പുതിയ പാർക്കിംഗ് ലോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടത് സാധനം മാറ്റാൻ പറ്റും. 30 വർഷമായിട്ട് പ്രവാസികളുടെ എത്തി കഴിഞ്ഞ 2 വർഷമായിട്ട് സജീവമായിട്ട് ജനറൽ സെക്രട്ടറിയാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ എവിടെ സംസാരത്തിൽ പറഞ്ഞു ഞാൻ ജോലി വിട്ടു, ഇപ്പോൾ ജോലിയില്ല, ഫുൾ ടൈം അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. സാലറി വല്ലതും ശമ്പളം വല്ലതും കിട്ടുന്നുണ്ടോ അവിടെ? അസോസിയേഷൻ ഒന്നും തരില്ല. ഒന്നും തരില്ല. അസോസിയേഷൻ കമ്മിറ്റി കൂടുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ ഒരു ജ്യൂസും ഒരു ഷവർമയും തരും. 28 വർഷം 28 വർഷം ജോലി ചെയ്ത കാശ് അല്പം ബാങ്കിൽ വെച്ചിട്ട് ജീവിക്കുകയാണോ? 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താറിയോ? അല്ല, വസ്തുതയാണ്. ഇത് പറയണം. ഞാൻ കുറച്ച് നാളുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, എനിക്ക് നമുക്കൊക്കെ ശമ്പളം കിട്ടിയിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം കേസാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതല്ലാതെ 10 പൈസയുടെ വരുമാനം നമുക്ക് കിട്ടില്ല. എങ്കിലും നമ്മൾ അപമാനിതരാകാറുണ്ട്, ആരോപണ വിധേയരാകാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ചെലവുകളെ ചുരുക്കാൻ ശ്രമിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അസോസിയേഷനിൽ വന്നതിന് ശേഷം 6 മാസക്കാലം ജോലിയും ഇതും കൂടെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചതാണ്. 24 മണിക്കൂർ ഷിഫ്റ്റ് ഡ്യൂട്ടിയുള്ള ഒരാളെ സംബന്ധിച്ചുള്ള 6 കിലോ 6 മാസം കൊണ്ട് കുറഞ്ഞു. പിന്നെ ജീവിതത്തിൽ നമ്മൾ 30 വർഷമായല്ലോ. 30 വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് പോകുന്ന സമയത്താണ് ഇന്ത്യൻ അസോസിയേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്താണോ ചെയ്തത് ഇത് മറ്റൊരു നിയോഗമാണ്. ആ നിയോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയവും നിങ്ങളുടെ എഫർട്ടും ചിലവാക്കാം. 25,000 ദിറംസ് കിട്ടുന്നതിനകത്തുനിന്ന് 5,000 കിട്ടിയാലും നിങ്ങൾക്ക് ജീവിക്കാമെന്ന് നിങ്ങൾ പഠിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില ഇടപാടുകൾ ചെയ്യുക, അതുമാത്രം മതി. അതല്ല വലിയ ജോലിയും വലിയ പണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. അതല്ല നിങ്ങളുടെ ലക്ഷ്യം.
സേവനത്തിന് വേണ്ടിയും സാമൂഹ്യ സേവനത്തിന് വേണ്ടി കിട്ടിയ അവസരങ്ങൾ ചില ജീവിതത്തിൽ ചില അവസരങ്ങളാണ്. അല്ല, അത് ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളം, കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുറച്ച് വെള്ളം കുടിക്കാം. നിങ്ങൾ ഗ്ലാസ് വേണോ? ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ചെയ്തേ പറ്റൂ. അത് ഏത് സാമൂഹിക സേവനമാണെങ്കിലും പിന്നെ കലാപരമായ കാര്യങ്ങളായാലും ശരി. അപ്പം ഞാൻ ഇനി കൂടുതൽ ഈ നിങ്ങളുടെ പറയുമ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് കൂടെ പറയണം കേട്ടോ. അത് പറയാം. എന്താ വെച്ചാൽ നിങ്ങൾ ചോദിച്ചില്ല ഇവിടെ എങ്ങനെ അതിന് പറയുന്നത് സാക്രിഫൈസ് എന്നാ. അത് വർഷങ്ങളോളം എൻ്റെ കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാക്രിഫൈസ്. 10 വർഷം ഞാൻ എനിക്ക് തോന്നുന്നു അതേ ഒരു കേസിലൂടെ പ്രകാശും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ സംഘടനാ പ്രവർത്തനമൊക്കെ നടക്കുമ്പോഴേ ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോ ഒക്കെ പോയി ട്യൂഷനോ പോയിരിക്കുമായിരിക്കും. അത് ഞാൻ മീറ്റിംഗ് ആണെന്നും പറഞ്ഞ് പോകും. തിരിച്ചു വരുമ്പോൾ രാത്രി വരുമ്പോഴും ഇവർ ഉറങ്ങിയിട്ടുണ്ടാവും. കറക്റ്റ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇവർ സ്കൂളിൽ പോയിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അന്ന് നമ്മളുടെ കൂടെ നിന്ന ഫാമിലി, ഇപ്പോഴും നിൽക്കുന്ന ഫാമിലി. അത് തന്നെയാണ് വസ്തുത. എൻ്റെ കുടുംബം ഇപ്പോൾ നാട്ടിലാണ്. ഭാര്യ ടീച്ചറാണ്. 2 കുട്ടികൾ മുതിർന്നു. 2 പേരും, ഒരാൾ ഗ്രാജുവേഷൻ LLB ഇപ്പോൾ ഫൈനലായി ഇപ്പോൾ കഴിയുന്നു. അടുത്ത ആൾ ഗ്രാജുവേഷനാണ്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഇതേ പറഞ്ഞ നിർത്തി നാട്ടിലേക്ക് എത്തും എന്ന ഒരു കാലത്തുനിന്ന് വന്നപ്പോൾ ഇതൊരു അവസരമാണ്. എന്തിനുള്ള അവസരം? നിങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിന് നാട്ടുകാരെ സഹായിക്കുന്നതിനുള്ള അവസരം ദൈവം നൽകിയതാണ്. അതിന് നിങ്ങളോട് നിൽക്കുകയാണ് വേണ്ടത് തൽക്കാലം. ഞാൻ എൻ്റെ കുട്ടികളെയും മറ്റതും താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിയുന്ന സമയത്തൊക്കെ വരും. അതാണ് നടക്കുന്നത്. രണ്ടാമത് ഈ ടേമിലൂടെ വന്ന് നിൽക്കുമ്പോഴും എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. കാരണം ഒരു ടേം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ ടേം അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 17-ാം തീയതിയാണ്. അല്ല, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായ രീതിയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അസോസിയേഷനെ കുറിച്ചായാലും ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞില്ലേ പ്രകാശിൻ്റെ, എനിക്കൊന്ന് ആ വന്ന സമയത്ത് കുറേ പേര് ഇവിടുന്ന് വിട്ടുപോയി. അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അസോസിയേഷനെ ഈ 2 വർഷം കൊണ്ട് കേട്ടിടത്തോളം വ്യക്തമായ ഒരു ദിശാബോധത്തിലൂടെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. ഇതിനിടയിൽ ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ കുറച്ച് അപവാദങ്ങൾ, പ്രചരണങ്ങൾ പരക്കുന്നുണ്ട്. അത് ഈ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ നാട്ടിലെ ഇലക്ഷൻ്റെ അതേ പാറ്റേണിലാണ് ഇവിടെയും ഒഴിക്കുന്നത്. ദിവസവും ഒരുപാട് ഇലക്ഷൻ നിൽക്കുന്ന കോളുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾക്കെതിരെ വ്യാപകമായ ചില ആരോപണങ്ങൾ മറ്റു ചിലർ, നിങ്ങളുടെ കൂടെ നിന്നവർ അടക്കം അഴിച്ചുവിടുന്നുണ്ട്. ഇപ്പോൾ അതാണ് പറഞ്ഞത്, ഇപ്പോൾ അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം ഇത് ചെറിയ ആരോപണമല്ല. കാരണം ഞാൻ ആലോചിക്കുന്നത്, ഒരു സംഘടനാ സംവിധാനത്തിൽ 100-ഓ 150-ഓ കമ്പ്യൂട്ടർ സ്കൂളിലേക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി അത് ഏത് സ്പെസിഫിക്കേഷനാണെന്നും അതിൻ്റെ വിലയൊക്കെ ബോധമായിട്ട്. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം i5 എന്ന് പറഞ്ഞ സ്പെസിഫിക്കേഷനിലെ കമ്പ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഓർഡർ ചെയ്യുകയും അത് സ്കൂളിലെത്തിയപ്പോൾ i7 ഓർഡർ ചെയ്തപ്പോൾ i5 ആണ് എത്തിയതെന്നുള്ള ഒരു വലിയ ആക്ഷേപം. അപ്പം ഞാനിത് പലരുടെയും ചോദിച്ചു, അത് അഴിമതിയാണോ? എന്തുകൊണ്ടാണ് i5 i7 വ്യത്യാസം? ആ വിലയിലെ അഴിമതി, ഇതിൽ ആരെങ്കിലും ഇടപെട്ടവർ? അത് അഴിമതിയല്ല, പിന്നെന്താണ്? ക്രമക്കേടെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലയറെ സഹായിക്കാൻ വേണ്ടിയോ പ്രകാശിന് ഇതിന് പങ്ക് പറ്റാതെ ചെയ്യുന്നതാണ് ക്രമക്കേട് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ അഴിമതിയാണ്, 2 പേരും 50-50. അപ്പോൾ അഴിമതിയല്ല. അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നോടൊന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, കുറച്ച് ആളുകളൊക്കെ മനസ്സിലാക്കും. നിങ്ങൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. ഞാൻ പറയാം, രക്ഷപ്പെടുക എന്നതിനപ്പുറത്ത് വസ്തുതകൾ ആളുകൾ അറിയേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ വന്നപ്പോൾ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാക്കി ഉണ്ടാക്കിയത് 2 കാര്യങ്ങളൊന്നുണ്ട്. അതിലൊന്നെന്താണെന്നറിയാമോ? റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ. ഒരു കൊട്ടേഷൻ വിളിക്കുകയാണ്. കാര്യങ്ങളെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊട്ടേഷൻ വിളിക്കുകയാണ് ചെയ്യുക. കൊട്ടേഷൻ വിളിക്കണമെങ്കിൽ ആദ്യം റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ഉണ്ടാക്കണം. എന്താണ് പ്രപ്പോസൽ, എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ്, അതാര് ചെയ്യണം? അതിന് ടെക്നിക്കലി എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ചെയ്യണം. മെയിൻ്റനൻസിനാണെങ്കിൽ അത്, കമ്പ്യൂട്ടറിനാണെങ്കിൽ IT ടീം, അവരതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രപ്പോസൽ ഉണ്ടാക്കി തരണം. ഈ പ്രപ്പോസൽ അനുസരിച്ചുള്ളൊരു കൊട്ടേഷൻ ഉണ്ടാവണം. അത് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷനാണ്. അതനുസരിച്ചിട്ട് കൊട്ടേഷൻ വരുന്നു. ഈ കൊട്ടേഷൻ വീണ്ടും 2ആണ്. എന്താണ്? 1 ടെക്നിക്കൽ ബിഡും 2 കൊമേഴ്സ്യൽ ബിഡുമാണ്. ടെക്നിക്കൽ ബിഡ് കൈകാര്യം ചെയ്യേണ്ടത് വീണ്ടും ടെക്നിക്കൽ എക്സ്പെർട്ടായിട്ടുള്ള, ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എക്സ്റ്റൻസ് പറയാം, IT എഞ്ചിനീയേഴ്സാണ്, IT ടീമാണ്. അവർ അപ്രൂവ് ചെയ്ത കമ്പ്യൂട്ടറുകൾ ഏതാണോ, ഏത് വെണ്ടറാണോ എന്നത് മാത്രമാണ് അവർ പറയുക.
പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പിലാണ് അസോസിയേഷൻ്റെ മാനേജിങ് കമ്മിറ്റിയും പർച്ചേസ് കമ്മിറ്റിയും ഒക്കെ ഇടപെടുന്നത്. അവരുടെ ഉത്തരവാദിത്വം എന്താണ്? കൊമേഴ്സ്യൽ ബിഡ് ഹാൻഡിൽ ചെയ്യണം. എന്താണ് കൊമേഴ്സ്യൽ ബിഡ്? എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ വരെ ഇതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കാൻ കഴിയും, ഇതാണ് അവരുടെ ഉത്തരവാദിത്വം. ഈ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞ് വന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം സ്കൂളിനകത്ത് ഡെലിവറി ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കേട്ടു. എന്താണ് പറഞ്ഞത്? IT ടീം തന്നെ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേട്ടതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവണം. 2 തരത്തിലുള്ള ഓർഡറുകൾ ആ കൊട്ടേഷൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ലാപ്ടോപ്പാണ്, ടീച്ചർമാർക്ക് കൊടുക്കുന്ന ലാപ്ടോപ്പ് ഉണ്ട്. 2 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുണ്ട്, ലാബുകളിലേക്കുള്ള ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അവിടെ കമ്പ്യൂട്ടർ ലാബിൽ കമ്പ്യൂട്ടറിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ ഈ വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് മാറ്റമുണ്ട് എന്നവർ കണ്ടെത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ കേബിൾ ഇന്ത്യൻ മെയ്ഡ് പവർ കേബിളാണെന്നും അതല്ലെങ്കിൽ അതിൻ്റെ റാം മെമ്മറിക്കകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് IT ടീം അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ട്രഷറിയുടെയും അതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റി പർച്ചേസ് കമ്മിറ്റിയുടെ ആൾക്കാരുടെയും വെൻഡറിൻ്റെയും ഒരു സംയുക്ത യോഗം, IT ടീമിൻ്റെയും ഒരു സംയുക്ത യോഗം നടക്കുന്നു. ആ യോഗത്തിനകത്ത് എന്താണ് പ്രശ്നങ്ങളെന്ന് IT ടീം വിശദീകരിക്കുന്നു. ഒറ്റയടിക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു. ഓർഡറെ സ്ട്രേറ്റ് അവേ ക്യാൻസൽഡ്. ദർ ഇസ് നോ വേ ടു ആക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു. ഡെസ്ക്ടോപ്പിൻ്റെ വിഷയം വന്നപ്പോൾ 2-3 കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഇത് മാറ്റിത്തരണം, അതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ആവശ്യപ്പെടുന്നു. എഗ്രീഡ് ആണോ അല്ലയോ എന്ന് അവിടെ തീരുമാനമാകുന്നു. ഞങ്ങളിതങ്ങനെ മാറ്റിത്തരാമെന്ന് പറയുന്നു. അവിടെ പോയി കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റലേഷൻ നടത്തി. ഒരു സ്ഥലത്ത് 2 സ്ഥലത്തായിട്ടാണ്, ഒന്ന് ഗേൾസ് വിങ്ങിലും ഒന്ന് ബോയ്സ് വിങ്ങിലും. ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്യപ്പെടുകയും അത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തു. ഈ ഡിക്ലൈൻ ചെയ്യുന്നതൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് കമ്മിറ്റിയാണ്, മാനേജിംഗ് കമ്മിറ്റി അല്ലേ? കമ്മിറ്റിയാണ്. അതിനകത്ത് 1-2 ആളുകൾ ഒരാളുടെയും ഉന്നയിച്ചാൽ ഒരാളുടെ ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്നല്ല ഞങ്ങൾ എന്നാണ് എപ്പോഴും ഉപയോഗിക്കേണ്ട പദം. നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, കമ്മിറ്റിയാണ് സൂപ്പർ പവർ. അത് ക്ലാരിറ്റി വരുത്തി. അതായത് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ള കൂട്ടായ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇത്തരത്തിൽ വീണ്ടും ഇങ്ങനെ ചില അലിഗേഷൻസ് വന്നു. I3 I5 ആയി, I5 I7 ആയി എന്നുള്ള അലിഗേഷൻ വീണ്ടും കൊണ്ടുവരുന്നത് ബോയ്സ് വിങ്ങിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ IT എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇവരെ വിശ്വാസമില്ലാത്തത് കൊണ്ട് ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെ ഒരു കമ്മിറ്റിയെ തീരുമാനിക്കുന്നു. 5 അംഗങ്ങളടങ്ങുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി. ആ കമ്മിറ്റി പുറത്തുനിന്നുള്ളവരാണ്. അവരവിടെ പോയിട്ട് വളരെ ഫിസിക്കലി കമ്പ്യൂട്ടറുകൾ വെരിഫൈ ചെയ്യുകയും 2-3 കാര്യങ്ങൾ എഴുതി തരികയും ചെയ്തു. ഒന്നവർ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ കിട്ടിയിരിക്കുന്നത് ഏകദേശം 2100 ദിറംസിനാണ്. ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനുള്ള ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ വില അവിശ്വസനീയമാണ്. ദിസ് ഈസ് വാല്യൂ ഫോർ മണി. I7 ആണ് പറഞ്ഞത്, ബട്ട് ഇറ്റ് മൈറ്റ് ബി അപ്ഗ്രേഡഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ് അവർ പറഞ്ഞത്. ഇത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട കമ്പ്യൂട്ടറുകളാവാം, പക്ഷേ അത് നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഇത് വാല്യൂ ഫോർ മണിയാണ്. കാരണം അതിൻ്റെ കൂടെ മൈക്രോസോഫ്റ്റ് അതല്ലെങ്കിൽ മറ്റ് ലൈസൻസുകളൊക്കെ കൂടെ ചേർത്തിട്ട് അവർ അതിന് കാൽക്കുലേറ്റ് ചെയ്ത വില ഏകദേശം 2700 മിനിമം വേണം എന്നാണ്. 2100 രൂപയ്ക്ക് നിങ്ങൾക്കിത് കിട്ടിയ സ്ഥിതിക്ക് ഇത് വാല്യൂ ഫോർ മണിയാണ്, ഒരു സ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാവുന്നതാണ് എന്നവർ പറഞ്ഞു. പക്ഷേ ഈ പറയുന്നത് പോലെ അപ്ഗ്രേഡഡ് ആണോ എന്ന് സംശയമുള്ളത് കൊണ്ട് 5% എമൗണ്ട് അവരുടെ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 5% ഡിഡക്റ്റ് ചെയ്യണം, എന്നിട്ട് പണം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സജഷൻ അവർ തന്നു. ഈ സജഷൻ കിട്ടിയതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആൾ വെൻഡർ കൊണ്ടുവരുന്ന ആൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കൊട്ടേഷൻ കൊടുത്തിരുന്ന മറ്റേതോ ഒരു വെൻഡർ ഇതിൻ്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് വേഗം എൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞു. വീണ്ടും തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മാനേജിംഗ് കമ്മിറ്റിക്ക് അകത്തുനിന്ന് 3-4 ആൾക്കാർ വീണ്ടും ചുമതലപ്പെടുത്തി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റിയുടെ ഇതൊന്ന് പഠിച്ചിട്ട് നിങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞ് 5% കട്ടിയൽ മാത്രമല്ല, മൊത്തം ഒരു 10-15% വീണ്ടും അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഒന്ന് കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഏകദേശം 1000-1300 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയട്ടെ, 1 രൂപ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ ആ ടീമിന് കൊടുത്തിട്ടേ ഇല്ല. വെണ്ടറിന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പം നമ്മളതിൻ്റെ ഈ 1.5 വർഷക്കാലമായി ഇത് തുടങ്ങിയിട്ട് ആ കുട്ടികളെ എങ്ങനെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് പുതിയ കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ കൊണ്ടുവന്നെല്ലാം തിരിച്ചു കൊണ്ടുപോയി. ഇല്ല, ബോയ്സ് വിങ്ങിൽ ഒരു ഭാഗത്തുള്ള കമ്പ്യൂട്ടറുകൾ മാത്രം അയാൾ തിരിച്ചു കൊണ്ടുപോയി. കാരണം പൈസ തരില്ല. ഇതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഈ വെണ്ടർ, നിങ്ങൾക്ക് വെണ്ടർ മാനേജ്മെൻ്റ് ഉണ്ട്, വെണ്ടർ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ കൊട്ടേഷൻ വേണ്ടി വിളിക്കുന്നു. അതെ, വിളിച്ചു കഴിയുമ്പോൾ ഈ
ഈ കൊട്ടേഷൻ എൻ്റെ രഹസ്യ സ്വഭാവം എങ്ങനെയാണ്? ഈ കൊട്ടേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്തുക? കൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സീൽഡ് കൊട്ടേഷനാണ് ഇടുക. അതിന് ബോക്സ് ഉണ്ടോ? ആ ബോക്സ് ഉണ്ട്. നമ്മൾ ആദ്യം അവിടെ മറ്റേ ലിസ്റ്റഡ് ആയിട്ടുള്ള വെൻഡേഴ്സും പുറത്താണ്, നമ്മൾ പുറത്ത് അഡ്വർട്ടൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്യും, പുറത്ത് നോട്ടീസ് ബോർഡിലും എല്ലാ വാട്സപ്പ് മെസ്സേജിലൂടെയും കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ആദ്യം വിടും. പിന്നെ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുക്കും. ഈ ഡേറ്റിനകത്ത് ബോക്സിനകത്ത് സീൽഡ് കൊട്ടേഷനായിട്ട് ഇടണം. ആ സീൽഡ് കൊട്ടേഷൻ ഒന്നിച്ച് മാനേജിംഗ് കമ്മിറ്റിക്കകത്ത് തുറന്ന് വെച്ച് കമ്മിറ്റി കൂടുമ്പോൾ ഈ കൊട്ടേഷൻ ഒരുമിച്ചേ തുറക്കത്തുള്ളൂ. ഒരുമിച്ച് മാനേജിംഗ് കമ്മിറ്റിയാണ് തുറക്കുന്നത്. അതെ അതെ അതെ. എല്ലാ ബുധനാഴ്ചകളിലും ഒരു കൃത്രിമവും ഇല്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനൊക്കെ. ഒരു വെണ്ടറെ വിളിച്ചിട്ട് പറയാനൊക്കത്തില്ല, നീ 10 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാവരും കൂടെ ഇരുന്ന് ഈ സാധനം ഓപ്പൺ ചെയ്ത് 8 10 വരുന്നു. ഈ 10 കഴിഞ്ഞിട്ട് നെഗോസിയേറ്റ്. ഇനി ക്രമക്കേട് കാര്യം പറഞ്ഞു. അതെ അതെ. അഴിമതി എന്ന് പറയുന്ന സാധ്യത തന്നെ അതിനകത്തില്ല. കാരണം എന്താണ് അഴിമതി എന്ന് പറഞ്ഞാൽ എല്ലാ ഈ ക്രമക്കേട് ഒരു ഘട്ടത്തിൽ അഴിമതിയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വഴിവിട്ട് ചെയ്തതും അഴിമതിയാണ്, പണം മാത്രമല്ല അഴിമതി. ഇത് ആരെങ്കിലും വഴിവിട്ട് ഏതെങ്കിലും തരത്തിലൊരു സഹായം ചെയ്തതായിട്ട് ഇവിടെ ഒരു തരത്തിലും ആർക്കും പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഒരു പൈസ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു ഫിൽസ് ഈ സ്ഥാപനം ഈ സാധനം കൊണ്ടുവന്ന വെച്ച ആൾക്ക് 2 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് വേറൊരു വേദനയുള്ളത് എനിക്ക് ഇതിനകത്ത് ഒരു വേദനയാണുള്ളത്. എന്താ വെച്ചാൽ 1.5 വർഷക്കാലം ഈ വിഷയം വിട്ട് പറഞ്ഞിട്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൊടുക്കാൻ പറ്റില്ല. 1.5 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് കൊട്ടേഷൻ വിളിച്ചിട്ട് പുതിയ കൊട്ടേഷൻ വന്നപ്പോൾ അതിൻ്റെ വില 4350 രൂപയാണ്. അപ്പോൾ 1300 രൂപയും 4350 രൂപയും വിലയുള്ള വ്യത്യാസം എത്രയാണ്? ഏകദേശം 3000 ദിറംസാണ്. 100 കമ്പ്യൂട്ടറുകൾ ഇൻറ്റു 3000 ദിറംസ് എത്ര രൂപയായി? എത്ര കുട്ടികൾക്ക് നമുക്ക് ഇതിനകത്ത് ആ പൈസ എടുത്തിട്ട് അവരുടെ ഫീസ് അടയ്ക്കാമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അധിക ബേർഡൻ സ്കൂളിലെ കുട്ടികൾ, ബേർഡൻ വരുന്നത് ആരുടെ തലയിലാണ്? സ്കൂളിലാണ്. കുട്ടികൾക്ക് വന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടായി എന്നതൊരു വസ്തുതയാണ്. മനസ്സിലായോ? ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ എന്താണ് സൗന്ദര്യവും സെറ്റ് ബാക്കുകളുമാണ്. കാരണം വെച്ചാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടായാൽ അത് നമുക്ക് ഇങ്ങനെയൊക്കെ പരിഹരിക്കാൻ കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. അതുകൊണ്ട് അഴിമതിയും ക്രമക്കേടല്ല. അല്ലെങ്കിൽ ക്രമക്കേട് എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആർക്കെതിരെ? IT ടീമിനെതിരെ. കാരണം ടെക്നിക്കൽ എക്സ്പെർട്ട് എഴുതി തന്ന റിപ്പോർട്ടിനകത്ത് RFP റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിച്ച സാധനത്തിനകത്ത് ആ പേപ്പറിനകത്ത് കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നവർ എഴുതി തന്നു. ഞങ്ങൾ ആക്ഷൻ എടുത്തു. അവരെഴുതി തന്നതാണ്. അവർക്കത് അറിയില്ലായിരുന്നു. കാരണം ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ വേണമെന്ന് പറയുന്നു. ആ പറയുന്ന കമ്പ്യൂട്ടർ ഇന്ന സ്പെസിഫിക്കേഷനാണ് നിങ്ങൾ പറയുന്നു. നിങ്ങൾക്കൊരു BMW X5 വേണം, എൻജിൻ 1.3 ആവണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? X5 എൻജിൻ മറ്റൊന്നായിരിക്കും. പക്ഷേ അപ്പോൾ എന്താണ്, ഈ കൊട്ടേഷൻ എടുക്കുന്ന ആൾ X5 എൻജിൻ വാങ്ങിയിട്ട് അല്ലെ മോഡൽ വാങ്ങിയിട്ട് അതിനകത്ത് വേറൊരു 1.3 എൻജിൻ കയറ്റാൻ പറ്റില്ലേ? അപ്പോൾ എഴുതി കൊടുത്തതിനകത്ത് ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അത് നിങ്ങളുടെ IT ടീം ഈസ് നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് അവർ എഴുതി തന്നു. അവർക്കെതിരെ ഡിസിപ്ലിൻ ആക്ഷൻ എടുക്കണമെന്നും അവർ എഴുതി തന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എടുത്ത് അതിന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരുന്നതിനകത്ത് ഇവർക്ക് കഴിയില്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം ആവശ്യപ്പെടണം എന്നും എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ പോളിസീസാക്കി. കാരണം മാനേജിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ പൊതുപ്രവർത്തകരാണ്. അവരെ സംബന്ധിച്ചുള്ള I7 എന്താണ്, I5 എന്താണ് എന്ന് തരത്തിൽ പറയുമ്പോഴേ നിങ്ങൾ ഈ ആരോപണങ്ങളൊന്നും വിലപ്പോയില്ലെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. കാരണം ഇപ്പോൾ ഈ ആരെയും വെള്ള പൂശാനോ ആരെയും കരിവാരി തേക്കാൻ വേണ്ടിയുള്ളതല്ല. കാരണം ഇതൊക്കെ ദിവസവും നമ്മളും കേൾക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ എഴുതും ഇതുപോലെ കുറേ. നിങ്ങൾ ഗ്ലൂവിനകത്ത് അഴിമതി കാണിച്ചു, നിങ്ങൾ യൂണിഫോമിൽ അഴിമതി കാണിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കമ്മിറ്റി വന്നതിന് ശേഷം നെഗോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ രീതിയെ ഞങ്ങൾ മാറ്റി. പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷറും 3 ആൾ ഇരുന്നിട്ടല്ല ഈ കാര്യങ്ങളുടെ നെഗോസിയേഷൻ നടത്തുന്നത്. നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ സമയത്ത് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വന്ന കൊട്ടേഷൻ അവിടെ കിടന്നിരുന്നത് 28 ലക്ഷം ദിറംസിൻ്റെ ആയിരുന്നു. 28 lakhs. 3 പേരിരുന്നിട്ട് ഒന്നും അറിയില്ല. എനിക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല, എല്ലാം അറിയാം എന്ന് ഞാൻ ധരിക്കുകയാണ്. മനസ്സിലായോ? ഞങ്ങൾ 3 പേരിരുന്നിട്ട് 28 ലക്ഷം രൂപ എടുത്ത് എന്നിട്ട് കൊട്ടേഷൻ നെഗോഷിയേറ്റ് ചെയ്തു. 50,000, 75,000, 100,000 കൊട്ടേഷൻ നെഗോസിയേഷൻ ചെയ്യുന്നൊരു പരിധിയുണ്ട്. 1.5 ലക്ഷം ദിറംസ് കുറച്ച് തന്നു, പാസ്സാക്കി. കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങ് പറയുകയാണ് കമ്മിറ്റിക്കാരെടുത്ത്, ഇതാ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, 1.5 ലക്ഷം ദിറംസ് കുറച്ചു. പറഞ്ഞൂടെ? 25 ലക്ഷം രൂപ. ആ കൊട്ടേഷൻ ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടൽ കൊണ്ട്, അതിനകത്ത് അറിയാവുന്നത് കൊണ്ട് 86 + 46 അറൗണ്ട് 150,000 ആ ടോട്ടൽ കൊട്ടേഷൻ പോയത്. എത്ര ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ നെഗോസിയേഷൻ്റെ പരിപാടികൾ മുഴുവൻ നമ്മൾ മാറ്റി. വ്യക്തിഗതമല്ല,
കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ് ഇടപെടുന്നത്. ഇപ്പം നമ്മൾ കേട്ടിടത്തോളം സംസാരത്തെ മനസ്സിലായി. ഇപ്പം ഓരോ ഇതൊന്നിന് മാത്രമല്ല, ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ ഓരോ കാര്യത്തിലും ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലായ സ്ഥിതിക്ക് ആ പ്രോസസ്സ് കൃത്യമായിട്ടാണ് നടന്നത്. സ്റ്റേഷനുടെ കാര്യത്തിലും അത് തന്നെയാണ്. പിന്നെ ഇത് ഒരു കാര്യം കൂടെ ഉണ്ട്, വിധേയമാവുന്നതാണ്. ഓഡിറ്റിംഗ് ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സാമ്പിൾ വരും. ഈ സാമ്പിൾ വരുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തും സ്കൂളിൽ നമ്മുടെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനകത്തും വേണം. ഈ വരുന്ന സാധനം കൊണ്ടുപോയിട്ട് ഇതല്ല കിട്ടുന്നത് എന്ന് എഴുതി തന്നാൽ റിജക്റ്റ് ചെയ്യാനാണ് നമ്മുടെ വഴി. കമ്മിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഈ പറഞ്ഞ മോഡൽ നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ്. നിങ്ങൾ പിന്നെ ചെയ്ത വലിയൊരു ദ്രോഹമുണ്ട്. എന്താണത്? നിങ്ങൾ CBSEയുടെ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് CBSEക്ക് പൈസ അടച്ചില്ലെന്ന് പറയുന്നത് കേട്ടു. എന്തൊക്കെയാണ് ഞങ്ങൾ അതിനൊരു പ്രസിഡന്റിന്റെ നമ്മുടെയൊക്കെ കുട്ടികൾ CBSE 10ാം ക്ലാസ്സൊക്കെ ഇപ്പോൾ എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. പൈസ അടച്ചില്ലെങ്കിൽ കുട്ടികളുടെ ഭാവി എന്താവും? ഇന്ത്യൻ സ്കൂളിനെ കുറിച്ചും ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ചും അപഖ്യാതിപരമായ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഇന്നലെ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവനയുണ്ട്, അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിലെ വസ്തുത എന്താണ്? ഒരു കുട്ടിക്ക് പോലും അവിടെ പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റിയിട്ടില്ല. ആകെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് റെമിറ്റൻസ് എന്ന് കേട്ടാൽ മനസ്സിലാവുമോ? ഒരു പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ CBSEയുടെ 12ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് പുതിയ കാലത്ത് ഒരു ചെറിയ നടപടിക്രമമുണ്ട്. നിങ്ങളൊരു സ്കൂളിൻ്റെ പേരിൽ ഒരു പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് അവിടെ വെർച്വൽ അക്കൗണ്ട് ആ സ്കൂളിൻ്റെ പോലും ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ അക്കൗണ്ടിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 4 ദിവസമാണ്. ഓ ശരി. നിങ്ങൾ ഇവിടുന്ന് പൈസ അടയ്ക്കുന്നു. ആ പൈസ അടയ്ക്കുന്നത് 2 ദിവസം ഹോളിഡേയും കടന്നിട്ടാണ് പോകുന്നതെങ്കിൽ 6 ദിവസം അവിടെ എത്താൻ. അപ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ പൈസ അടയ്ക്കുന്ന ആൾക്കറിയാം ഇത് 4 ദിവസത്തിനകത്ത് അവിടെ പോകണം എന്ന് ആണല്ലോ. അപ്പോൾ അതിനാണ് ഫ്ലാഷ് റെമിറ്റൻസ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് പൈസ അവിടെ എത്തും. അതായത് ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ എത്താൻ നമ്മൾ സ്പീഡ് പോസ്റ്റിൽ പൈസ അടയ്ക്കാറില്ലേ, അതുപോലെ ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ആണ്. ഇത് അടയ്ക്കുന്നതിന് പകരം നോർമൽ അക്കൗണ്ടിൽ അടച്ചു. പണപ്പെട്ട ആള്. അതെ, അടച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയത് 6 ദിവസം കഴിഞ്ഞിട്ടാണ്. 6 ദിവസം കഴിഞ്ഞിട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊന്ന് റിജക്റ്റ് ആവുമല്ലോ. ആ അക്കൗണ്ടില്ല, അടച്ച പൈസ അക്കൗണ്ട് അവിടെ 4 ദിവസം കഴിഞ്ഞപ്പോൾ പോയില്ലേ. അപ്പോൾ അത് തിരിച്ചു വരും. അപ്പോൾ പൈസ തിരിച്ചു വരും? തിരിച്ചു വരില്ല, അതവിടെ ബ്ലോക്കായി. കാരണം ഈ അക്കൗണ്ട് ഇല്ല. അപ്പോൾ ബാങ്കുകാർ റിപ്പോർട്ട് ചെയ്ത് ഈ പൈസ അടയുന്നില്ല, കാരണം അക്കൗണ്ട് ഇല്ല എന്ന്. ഇത് വിവരം നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ഇടപെട്ടു. നമ്മളെന്താ ചെയ്തത്? ഞങ്ങൾക്കൊരു ഗുണമുണ്ട്, എന്താണെന്നറിയാമോ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും ഇതിനകത്തുണ്ട്. E.T. മുഹമ്മദ് ബഷീർ ഒരു ഭാഗത്തുണ്ട്, ജോൺ ബ്രിട്ടാസ് വേറൊരു ഭാഗത്തുണ്ട്. 2 MP-മാരാണ്. തിരുവനന്തപുരത്ത് 2 ഭാഗത്തും പുഷ് ചെയ്ത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. അവരെടുത്ത് ഈ വിഷയം അവതരിപ്പിച്ച് അവരെടുത്ത് പറഞ്ഞു, ഇത് ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ പൈസ അയച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി പോയതാണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് പോയതാണെന്ന് സമ്മതിക്കണം എന്ന് പറഞ്ഞു. ആ പ്രഷർ ഫലിച്ചു. അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ വീണ്ടും പൈസ അടച്ചോളൂ, ഈ പൈസ ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ വീണ്ടും ഓപ്പൺ ആക്കി തന്നു. അരമണിക്കൂറുണ്ട് ഇത് തീരുമാനിച്ച്, അരമണിക്കൂർ കൊണ്ട് ഈ പൈസ അടച്ചു, പോയി. ഈ അടയ്ക്കൽ പൈസ ക്രെഡിറ്റ് ആയി. അത് അന്നേ ചെയ്യാൻ കിടക്കുന്ന പൈസ അല്ല, ഈ അടയ്ക്കുന്ന പരിപാടി അന്നേ ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ചെയ്തില്ല. അടച്ച പൈസയോ അതിലത് അവർ തിരിച്ച് വളരെ കൃത്യമായിട്ട് ഒരു രീതി തന്നു. സെൻട്രൽ CBSEയുടെ ബോർഡിൽ നിന്ന് നിങ്ങളൊരു ഇന്ത്യൻ അക്കൗണ്ട് നമ്പർ തരൂ, റീഫണ്ട് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ഇന്ത്യൻ അക്കൗണ്ട് നമ്പർ ഇല്ല. ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യയിൽ അക്കൗണ്ട് നമ്പർ ഇല്ല, UAE മാത്രമേ ഉള്ളൂ. ട്രഷറിക്ക് പണം തിരിച്ച് UAE-യിലേക്ക് അയക്കാൻ കഴിയില്ല, ഇന്ത്യൻ അക്കൗണ്ടാണ്. നമുക്ക് എപ്പോഴും അയച്ച പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇന്ത്യൻ കറൻസിയിലാണ് ആണ്. അപ്പോൾ അവർ തിരിച്ചയക്കില്ല. അപ്പോൾ അതിനെന്താ സാധാരണ ചെയ്യല്? ഇപ്പോൾ CBSEയുടെ പരീക്ഷ, നീറ്റ് പരീക്ഷ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരീക്ഷകളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് തരാനുള്ള പൈസ മുഴുവൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറെന്ന് അറിയാമോ? സിമ്പിളാണ്. പ്രിൻസിപ്പാളുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇടും. പ്രിൻസിപ്പാളാണ് സ്കൂളിൻ്റെ ഓണർ. CBSE സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പാളുടെ അക്കൗണ്ടിലേക്ക് ഇടും. പ്രിൻസിപ്പാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇന്ത്യൻ അസോസിയേഷൻ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് സാധാരണ നടക്കാറ്. ഈ പണവും പ്രിൻസിപ്പാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ടോ ഇപ്പോൾ തൊട്ട് റീസെൻ്റായിട്ട് നടന്ന CBSEയുടെ പരീക്ഷയ്ക്ക് കൊടുക്കാനുള്ള പണം അതിനകത്തുനിന്ന് കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കണം. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞു. സുതാര്യമായ ട്രാൻസാക്ഷൻ, വളരെ സുതാര്യമാണ്. അതായത് റീഫണ്ട് ചെയ്യേണ്ട പൈസ നമുക്ക് തരാൻ പറ്റാത്തത് കൊണ്ട് പ്രിൻസിപ്പലിന്റെ അക്കൗണ്ടിലേക്ക് ഇടുകയും, അങ്ങനെയാണ് പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്തമാണ് നീറ്റിന്റെയും മറ്റു പേയ്മെന്റുകൾ നടത്തേണ്ടത്. അത് പ്രിൻസിപ്പൾ ട്രാൻസാക്ഷൻ നടത്തി ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട്സുമായിട്ട് ക്ലിയർ ചെയ്തു. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും ഒരു ചീഫ് അക്കൗണ്ടന്റും ഒരു ഫിനാൻഷ്യൽ കൺട്രോളറും ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണിത്. അത് സ്വാഭാവികമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നവരും ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് അറിയുന്നതാണ് നമുക്ക് വിഷമം.